Welcome to Khandwa Diocese. എല്ലാ ഷാലോം പ്രേക്ഷകർക്കും ഖണ്ഡ്വ രൂപതായിലേക്ക് സ്വാഗതം. ഖണ്ഡ്വ രൂപതയിലെ ഗ്രാമാന്തർ ഭാഗത്തെ ഇടവകയായ ജൽഖഡയിലെ ഞായറാഴ്ച ആചരണത്തിൻ്റെ വിശേഷങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത്. വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും സ്നേഹപൂർവ്വമുള്ള പെരുമാറ്റവും ഇടപെടലുമാണ് ഈ ജനതയെ ദേവാലയത്തോടും ദൈവത്തോടും അത്രമേൽ ചേർത്തു നിർത്തുന്നത്. ഓ ഫാദർജി എന്ന നീട്ടിയുള്ള വിളിക്ക് ഓ ദാദാ എന്ന് അച്ഛൻ്റെ മറുപടി എത്തും. ഓരോ വീടും വീട്ടുകാരും തൻ്റെ സ്വന്തം കുടുംബം എന്ന നിലയിലാണ് വൈദികരും സിസ്റ്റേഴ്സും കണക്കാക്കുന്നത്. അവരുടെ വീട്ടിലെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കു വേണ്ടി സാധിക്കുന്നതെല്ലാം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആദ്യകാലങ്ങളിൽ ബഡുവാനിയിൽ നിന്നും ചിക്ലിയയിൽ നിന്നും ഇവിടെ എത്തിയിരുന്ന വിദേശ മിഷണറിമാർ ചിത്രകഥാരൂപത്തിലുള്ള സ്ലൈഡുകളുടെ സഹായത്തോടെയാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചിരുന്നത്. വൃക്ഷങ്ങളുടെ ചുവട്ടിലും മറ്റും കേൾവിക്കാരെ വിളിച്ചിരുത്തിയതിനു ശേഷം യേശുവിൻ്റെ ജനനവും ജീവിതവും മരണവും ഉത്ഥാനവുമെല്ലാം അടങ്ങിയ രക്ഷാകര ചരിത്രം പഠിപ്പിക്കും. ഭാഷാപരമായ അന്തരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ചിത്രങ്ങളുടെ സഹായത്തോടു കൂടിയുള്ള വചനപ്രസംഗങ്ങൾ ഫലം കണ്ടു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഇവിടങ്ങളിൽ വചനം പ്രസംഗിച്ച വിദേശ മിഷണറിമാരിലൂടെ ക്രിസ്തുവിനെ അറിഞ്ഞവരാണ് ഇവിടത്തുകാരുടെ മുൻഗാമികൾ. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഞായറാഴ്ച ആചരണങ്ങൾക്ക് പുറമെ ഏകദിന ധ്യാനവും സൗഖ്യ ആരാധനയും ഇവർക്കു വേണ്ടി നടത്തുന്നുണ്ട്. ദിവ്യകാരുണ്യനാഥനെ സ്തുതിച്ചും ആരാധിച്ചും വചനം ധ്യാനിച്ചും ഒരു പകൽ മുഴുവൻ ഇവർ ദേവാലയത്തിൽ ചിലവഴിക്കുന്നു. നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായ ദൈവിക ഇടപെടൽ പ്രകടമാകുന്നത് ഇവരുടെ വിശ്വാസത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. സ്തുതി ആരാധനയിലും ഉറച്ച വിശ്വാസത്തോടെയാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. നെഞ്ചുരുകി വിളിച്ചാൽ ഉത്തരം നൽകുന്ന ജീവനുള്ള ദൈവമാണ് തൻ്റെ മുന്നിലിരിക്കുന്നത് എന്ന ബോധ്യമാണ് ഇവരുടെ ആരാധനയിൽ പ്രകടമാകുന്നത്. പലപ്പോഴും ജീവിതത്തിലുണ്ടായിട്ടുള്ള ദൈവിക കരുതലിൻ്റെയും പരിപാലനയുടെയും അനുഭവങ്ങൾ തന്നെയാണ് ഇവരുടെ വിശ്വാസത്തെ സ്ഥിരതയുള്ളതാക്കുന്നത്. കുട്ടികളും വൃദ്ധരും ഉൾപ്പെടെ കുടുംബസമേതമാണ്
ഇവർ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നത്. കേരളത്തിലെ സഭയെ ശക്തിപ്പെടുത്തിയ ആദ്യകാല നവീകരണ ധ്യാനങ്ങളാണ് ഈ ദൃശ്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുക. ശുശ്രൂഷ സമാപിക്കുന്നതിന് മുൻപ് സൗഖ്യ പ്രാർത്ഥനയുമുണ്ട്. വിവിധ രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് വേണ്ടി വൈദികൻ പ്രാർത്ഥിക്കുന്നു. പിന്നീട് സാക്ഷ്യങ്ങൾക്കുള്ള സമയമാണ്. കഴിഞ്ഞ പ്രാർത്ഥനാ ദിനത്തിൽ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചവരും രോഗശാന്തിക്കായി പ്രാർത്ഥിച്ചവരും തങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ സൗഖ്യത്തിനും അനുഗ്രഹത്തിനും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമൂഹത്തോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. क्रिसमस पर हम नाचने करें तैयारी कर जाती है जो पीरिया बीमार हो जाती है तो हम प्रार्थना करता रहिया तेना पीरिया अन्य भी फादर प्रार्थना करैया पास्टर जो भी डोंगर गाँव पास्टर जो भी तीना पीरिया एक दहाड़ू खाना न पीना खादो नहीं ने रात दिन भरी सुयो भी नहीं ती प्रार्थना करिया ती प्रभु आर करिया दे गली एकदम करपी चाल गली कि प्रभु का धन्यवाद. ഈ സഹോദരിയുടെ മകന് പനി വന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിപ്പിച്ചു. അതുപോലെ വേറെ പ്രാർത്ഥനാ സഭയിൽ പങ്കെടുത്തുകൊണ്ട് പൂർണ്ണമായിട്ട് സൗഖ്യം നൽകി. അതിൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. 2 तारीख को मैं मोटरसाइकिल से गिर गया था और ऐसा लगा कि मेरा पाँव बिल्कुल टुकड़े टुकड़े हो गया होगा सोचा था, लेकिन मौज इतनी आई थी और माया भाई से और जोशी भाई इनसे मालिश भी करवाया था और उन लोगों ने मेरे लिए प्रार्थना करी थी. और मैं इसके बावजूद भी पाँव ठीक नहीं हो रहा था, मैं टाकली उजर गया. वहाँ से भी मसलाने के बाद उसको खींच के बिठाया और इसके बावजूद भी मेरे को बहुत जलन हो रहा था. मैं कैसे चल रहा था मैं जानता हूँ. फादर भी देख रखे हैं कि हम प्रभु के लिए बड़वानी भी गए. बड़वानी में भी हम वहाँ पे करिश्माई प्रार्थना रखी थी, सॉरी ये चंगाई प्रार्थना रखी हुई थी. तो वहाँ पे भी मैं प्रार्थना करते रहा प्रभु मेरा भी दर्द दूर हो जाए. और मैं ऐसे करते करते कल भी चर्चा है और आज बिल्कुल पूरी तरह से मैं ठीक हूँ आप लोगों के बीच में. इसलिए मैं ईश्वर को धन्यवाद देता हूँ और जो मेरे लिए प्रार्थना करे और मेरी जो मालिश करे उनको भी धन्यवाद देता हूँ. ഈ സഹോദരൻ ഒരു ദിവസം ബൈക്കിൽ നിന്ന് വീണത് കാരണം കാല് മടങ്ങി. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു, നടക്കാൻ സാധിക്കുകയില്ലായിരുന്നു. കാല് തിരുമ്മിക്കുന്നതിനോടൊപ്പം തന്നെ ആ സഹോദരൻ പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തു. സൗഖ്യ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നടക്കുവാൻ സാധിക്കുന്നുണ്ട്. അതിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള സാക്ഷ്യം നമ്മളിപ്പോൾ കേട്ടു. सबको यीशु इना भाषण में गवाही दिखाना चाहिए. ये भाष मतलब बीमार हो तो तेरा मतलब टीबी शिकायत करी मानसे गए डॉक्टर हम गई से भी सारा कैसे बीमारी दिखाड़े सारा एकदम जो खटला में पड़ गई तो भी प्रभु का जी पहले नहीं जानते तो एकदम खटला में पड़ गई तो तार गाड़ा घाली ना का डॉक्टर मिल जाता था और तो प्रभु बारा में ना का देखाड़िया विश्वास बारा में देखाड़िया भाई तू प्रभु पर विश्वास कर ले कहा कि तारा जीवन सुधर जासे. परिणाम प्रभु से प्रार्थना करिया जो भी परमेश्वर दास पास्टर भी प्रार्थना करिया और फादर भी प्रार्थना करिया हम भी प्रार्थना करिया यहाँ भी चर्चा माया करी तीमें ये भाई ठीक से नवे भी प्रभु ना काजे अगु वारे करे हमेशा ठीक राखे करें. परमेश्वर गाड़े धन्यवाद. ഈ സഹോദരൻ കുറേ നാളുകളായിട്ട് അസുഖമായിട്ട് കിടക്കുകയായിരുന്നു. പലവിധ ഹോസ്പിറ്റലുകളിൽ ചെന്നപ്പോൾ എന്ത് അസുഖമാണെന്ന് പിടുത്തം കിട്ടിയില്ല. പിന്നെ ഈ സഹോദരൻ അടുത്ത് നിൽക്കുന്ന സഹോദരൻ ഈ സഹോദരൻ്റെ വീട്ടിൽ ചെന്ന് ഈശോയുടെ സൗഖ്യത്തെക്കുറിച്ച് പറയുകയും ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇവിടെ പള്ളിയിൽ കൊണ്ടുവരികയും പള്ളിയിലെ ഹീലിംഗ് സൗഖ്യ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. हालेलुया हालेलुया. अभी भाई गवाही से पूरा बीमार होती से फादर जी भी मोबाइल पर भी प्रार्थना कराई और हम भी मोबाइल से प्रार्थना करिया. ये गुजरात होता सारे भी प्रार्थना कराया थी पूरा भी ठीक हो गए. हमें भी वाले से करी जो गवाही दी. ഈ സഹോദരൻ ഗുജറാത്തിൽ ജോലി ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് കുഞ്ഞു മകൾക്ക് അസുഖം പ്രാപിച്ചു. അസുഖം കാരണം മൊബൈലിൽ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. അങ്ങനെ പ്രാർത്ഥിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് സൗഖ്യം മകൾക്ക് കിട്ടി എന്നാണ് സാക്ഷ്യപ്പെടുത്തിയത്. ठीक है मैं गवाही देखाड़ो कि जो भी निवादे माँ विश्वासी है तो त्यारते बहनी से विश्वासी थी गाजरिया नहीं गाजरिया कहने करता था त्यारते कि एक साप तीन का साप घोषणा काजे से गाजरिया पूठी थी आबड़ी ने हापकिन लिया भी हाथे होते साप चाहिए तो त्यार से कि होते
घणा छोटा तिंद्रा परिवार से कि विश्वास नहीं करता चे लिमडान पालालीन बड़वा थे 2-4 बड़वा के इकट्ठा करता ती बहनिश कहे कि मैं कभी भी मैं बड़वाई नहीं करने दम करें से कि बड़वाई नहीं करने देती थी 1 घंटे तक ती बहनिश बस रही और तेन तीन का जहर चढ़ गलो तो चार तक ते विश्वासी से 2-1 जना का मुकुली एने में दूर हतो बाहर हतो तो चार हमें मोबाइल पर प्रार्थना करियो एने से भाई भी अपना विश्वासी जाए प्रार्थना करिया तो चार रोते थे कि तेरा जहर उतरी जो हाथे भी आख लुहचान वो रहिलो आम 1-2 घंटा बाद होते गए बाकी हाथ भी लुहचान हलो एने बहनी शिवारली से करी गई ഈ സഹോദരൻ വേറൊരു സഹോദരിക്ക് വേണ്ടിയാണ് സാക്ഷ്യപ്പെടുത്തിയത്. ആ സഹോദരിയെ ഒരു ദിവസം പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ചതിന് ശേഷം വളരെയേറെ അസ്വസ്ഥതകളുണ്ടായി. അവർ വേറെ രീതിയിൽ മന്ത്രവാദം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് നീക്കാൻ നോക്കി. പക്ഷേ ആ സഹോദരി സമ്മതിച്ചില്ല. കുറച്ച് വിശ്വാസമുള്ളവർ പോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സഹോദരിക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം നൽകി എന്നാണ് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തിയത്. എല്ലാവരും തന്നെ പരസ്പരം അടുത്തറിയാവുന്നവരായതുകൊണ്ട് ഇവരുടെ സാക്ഷ്യം സത്യമാണെന്ന് സമൂഹത്തിനറിയാം. മാത്രമല്ല, ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ഉടൻ ഉത്തരമുണ്ടെന്ന ബോധ്യം ആഴത്തിൽ ഉറപ്പിക്കാനും ഈ സാക്ഷ്യങ്ങൾ സഹായിക്കുന്നു. സാക്ഷ്യത്തിനുള്ള അവസരം കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥന കേൾക്കുന്ന നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞ് ഗാനമാലപിക്കും. കരങ്ങളടിച്ച് ആനന്ദത്തോടെ സമൂഹം മുഴുവൻ ഹൃദയത്തിൽ നിറയുന്ന നന്ദി ആ ഗാനത്തിലൂടെ ദൈവസന്നിധിയിൽ പ്രകടിപ്പിക്കും. ലൈജോ അച്ഛൻ നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം ഒരു മടിയും കൂടാതെ അനുസരിച്ച് ശുശ്രൂഷകളിൽ പൂർണ്ണ മനസ്സോടെ പങ്കെടുക്കുന്നത് അത്രമേൽ ശക്തമായ ദൈവാനുഭവം ഈ ഗ്രാമീണർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതിന് തെളിവാണ്. നമ്മൾ ഇനി ബഡ്വാനി എന്ന അടുത്ത മിഷൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ബഡ്വാനി ജില്ലാ ഖാണ്ഡുവ രൂപതയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് 195 കിലോമീറ്റർ ദൂരെയാണ്. ബഡ്വാനിയിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കാം. പിന്നീട് ഞങ്ങൾ പോയത് ഭടുവാനിയിലേക്കാണ്. ജൽഖഡയിൽ നിന്നും 40 കിലോമീറ്റർ യാത്ര ചെയ്തു വേണം ഭടുവാനിയിലെത്താൻ. മിഷൻ സ്റ്റേഷനുകൾ തമ്മിലുള്ള അകലം അത്യാവശ്യ സമയത്ത് വൈദികർക്ക് പരസ്പരം സഹായിക്കുന്നതിനും ശുശ്രൂഷകളിൽ ഒന്നിച്ചു പോകുന്നതിനും പലപ്പോഴും ഒരു വലിയ തടസ്സമായി മാറാറുണ്ട്. ഞങ്ങൾ ഭടുവാനിയിലെത്തിയപ്പോൾ ഫാദർ ജിമ്മി ഞങ്ങളെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഭടുവാനി പാരിഷിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വിവരിച്ചു തന്നു. ബഡവാനി ഇടവകയുടെ തുടക്കത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1921 ഇവിടുത്തെ ബഡവാനിയിലെ രാജാവിൻ്റെ കൊട്ടാരത്തിലെ
കുക്ക് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അവരുടെ ബട്ട്ലേഴ്സായിട്ടും പിന്നെ മ്യൂസീഷ്യൻസായിട്ടും കുറച്ച് ഗോവൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരിവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവർക്ക് അവരുടെ ഗോവൻസ് ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അച്ഛന്മാരെ തരണമെന്ന് രാജാവ് വഴി അവർ ചോദിച്ചു. അതിന് പ്രകാരം ആജ്മീറിൽ നിന്ന്, അതായത് രാജസ്ഥാനിലെ ആജ്മീറിൽ നിന്ന് ഒരു അച്ഛൻ ഇവിടെ 1921 വരാൻ തുടങ്ങി. ഇങ്ങനെ വന്നും പോയി ഇരിക്കുമായിരുന്നു, തുടർച്ചയായിട്ട് വരാൻ പറ്റുകയില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് 1921 തന്നെ ഒരു പ്രൊട്ടസ്റ്റൻ്റ് ഫ്രീ മേസൺ ശക്തിപ്പെട്ട ഒരാൾക്ക് ഒരു ദർശനം പോലെ ഉണ്ടായ രാത്രിക്ക്. അതായത് പുള്ളി ഇവിടെ ത്രിഹൃദയത്തിൻ്റെ പേരിലൊരു ചെറിയൊരു ചാപ്പൽ ഉണ്ടാക്കണം എന്നുള്ള ഒരു ദർശനം പുള്ളിക്ക് കിട്ടുന്നു. ആ ദർശനത്തിൻ്റെ അതനുസരിച്ച് പുള്ളിങ്ങിൻ്റെ ഒരു ചെറിയ ചാപ്പലിവിടെ പണിയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഹിന്ദുക്കളും മറ്റുള്ളവരൊക്കെ അതിനെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ചെറിയ ചാപ്പലുണ്ടായി. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനും ആ മനുഷ്യൻ തന്നെ കത്തോലിക്ക മതവിശ്വാസം സ്വീകരിച്ചു. പിന്നെ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷം 1932 ആദ്യമായിട്ട് SVD സഭയപ്പെട്ട വൈദികർ ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങുന്നത്. ഭട്വാനിയിലെ ആദ്യ വികാരിയായിരുന്ന ജർമ്മൻ മിഷണറി വൈദികൻ ഫാദർ വില്യം ബൂൾണർ SVD ആണ് ഭട്വാനിയിലും സമീപ പ്രദേശങ്ങളിലും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വിത്തുപാകിയത്.
തദ്ദേശീയരുടെ ജീവിതശൈലി സ്വന്തമാക്കിയിരുന്ന ഫാദർ വില്യം ബുൾണർ വളരെ വേഗം ഇവിടുത്തുകാരുടെ സ്നേഹം പിടിച്ചുപറ്റി. തദ്ദേശീയരുമായി ദൃഢമായ ബന്ധം സ്ഥാപിച്ചു വന്ന അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായി വീട്ടുതടങ്കലിൽ കഴിയേണ്ടി വന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് അത് സംഭവിച്ചത്. ജർമ്മനിയിൽ നിന്നുള്ള മിഷണറിമാരെ പോലും നിരീക്ഷണത്തിൽ വയ്ക്കാൻ അന്നത്തെ ബ്രിട്ടീഷ് അധികാരികൾ തീരുമാനിക്കുകയായിരുന്നു. എങ്കിലും പ്രേഷിത തീക്ഷ്ണതയാൽ ജ്വലിച്ചിരുന്ന ആ മിഷണറി വൈദികൻ തൻ്റെ കുടിലിൽ ഉണ്ടായിരുന്ന ക്രൂശിത രൂപത്തിന് മുന്നിൽ ലോകസമാധാനത്തിനും സുവിശേഷവൽക്കരണത്തിനും വേണ്ടി ത്യാഗത്തോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഒടുവിൽ ഏതാനും മാസങ്ങൾക്കു ശേഷം ഇൻഡോറിൽ താമസിച്ച് ഭടുവാനി സന്ദർശിക്കാൻ അദ്ദേഹത്തിന് അനുവാദം ലഭിച്ചു. അക്കാലത്ത് ചിക്ലിയയിലും പരിസര പ്രദേശങ്ങളിലും കോളറ പടർന്നു പിടിച്ചു. ഗുസായി എന്ന മന്ത്രവാദിക്കും അസുഖം ബാധിച്ചു. ഇതറിഞ്ഞ യോഹൻ മുനിയ എന്ന കാറ്റക്കിസ്റ്റ് അഭ്യർത്ഥിച്ചതനുസരിച്ച് ഫാദർ വില്യം ബുൾണർ വന്ന് ഗുസായിക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ആവശ്യമായ മരുന്നുകൾ നൽകുകയും ചെയ്തു. ചുരുങ്ങിയ ദിവസം കൊണ്ട് മന്ത്രവാദി സുഖം പ്രാപിച്ചു. തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് തങ്ങൾ സമീപിച്ചിരുന്ന മന്ത്രവാദിയെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്ത വുൾണർ ബാബയെയും അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ദൈവത്തെയും അവിടുത്തുകാർ സ്വീകരിച്ചു. അങ്ങനെ ചിക്ലിയയിൽ ഒരു ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് നിരോധനങ്ങളെല്ലാം നീങ്ങിയതോടെ ഫാദർ വുൾണർ ചിക്ലിയയിൽ നിന്നും കുട്ടികളെ ബഡുവാനിയിൽ കൊണ്ടുപോയി ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാൻ ആരംഭിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ടല്ലെങ്കിലും പലരും മക്കളെ അച്ഛനോടൊപ്പം അയച്ചു. ഇന്നും ബഡുവാനിയിൽ വിദ്യാലയവും ഹോസ്റ്റലും പ്രവർത്തിക്കുന്നു. പിന്നീട് ഫാദർ വില്യം ബുൾണർ ഒരു കോഓപ്പറേറ്റീവ് ബാങ്ക് സ്ഥാപിക്കുകയും കൃഷിസ്ഥലങ്ങൾ വാങ്ങി സമീപ പ്രദേശങ്ങളിലേക്ക് കുടിയേറുന്നതിന് ഇടവകാംഗങ്ങളെ സഹായിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ കുടിയേറിപ്പാർത്ത ക്രൈസ്തവ കുടുംബങ്ങൾ ചെന്നിടത്തെല്ലാം തങ്ങളുടെ വിശ്വാസവും പ്രചരിപ്പിച്ചു. പെൻറ്റാർണിയ, സാലിക്കല എന്നീ സ്ഥലങ്ങളിൽ ക്രൈസ്തവ സമൂഹങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചത് ജർമ്മൻ മിഷണറി വൈദികനായ ഫാദർ വില്യം ബുൾണർ ആണ്. ബഡവാനി ഇടവക 1977 വരെ ഇൻഡോർ രൂപതയുടെ ഒരു ഭാഗമായിരുന്നു. 1977 ഖാണ്ഡ്വ രൂപത സ്ഥാപിച്ചപ്പോൾ ബഡവാനിയും ഈ സ്ഥലങ്ങളിലുള്ള ആദിവാസികൾ ഇടവകളെല്ലാം പുതിയ രൂപത ഖാണ്ഡ്വ രൂപതയുടെ കീഴിൽ വന്നു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ബഡവാനിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം 5ാം ക്ലാസ് വരെ ഹിന്ദി മീഡിയം സ്കൂളുണ്ട്. ആ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ ആദിവാസി പിള്ളേരാണ്. അവരിപ്പോൾ നമുക്കിവിടെ ഒരു ബോർഡിംഗ് ഉണ്ട്, 240 ആൺപിള്ളേരുടെ ബോർഡിംഗ് ഉണ്ട്. പിന്നെ ഈ സ്കൂളിൽ പഠിക്കുന്ന പെൺപിള്ളേർക്ക് വേണ്ടിയിട്ട് സിസ്റ്റേഴ്സ് അവിടെ അപ്പുറത്തൊരു ബോർഡിംഗ് നടത്തുന്നുണ്ട്. ഏകദേശം 100 പെൺപിള്ളേർ അവിടെയുണ്ട്. ഈ സ്കൂൾ 5ാം ക്ലാസ് വരെ ഉള്ളൂ. അതിനുശേഷം പിന്നെ അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് 5ാം ക്ലാസ് പാസ്സായിക്കുമ്പോഴത്തേക്കും മറ്റ് ഇടവുകളിലേക്കും ഹൈസ്കൂളൊക്കെ ഉള്ളിടത്തേക്ക് അവർ പോകും. പിന്നെ ഇതിനോട് തൊട്ട് തന്നെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. 12ാം ക്ലാസ് വരെയായി. അപ്പോൾ ഇതിങ്ങനെ നടത്തുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെ ബഡവാനിയിൽ ഇപ്പം നിലവിൽ ഒരു ഏകദേശം 60 കുടുംബങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടുന്ന് 10, 15, 20 കിലോമീറ്റർ ദൂരെ ഒരു 3-4 സ്ഥലത്ത് കത്തോലിക്ക സമൂഹങ്ങളുണ്ട്. അവിടെ പോയി ഞങ്ങൾ കുർബാന ചൊല്ലിയും കാര്യങ്ങളൊക്കെ നടത്തുന്നു. ബരേല ആദിവാസി സമൂഹത്തിൽ നവായ് എന്ന ഉത്സവത്തിന് അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് രാത്രിയിൽ നൃത്തമാടിക്കൊണ്ട് ഉല്ലസിച്ച് സന്തോഷിച്ച് അവരുടെ സന്തോഷമെല്ലാം പ്രകടമാക്കുന്ന ഒരു ഡാൻസ് രൂപമാണ്, ഒരു നൃത്തരൂപമാണ് ഗർബ. നമ്മുടെ ക്രൈസ്തവരായ ബരേല ആദിവാസികൾ
ഈ ഗർഭയ്ക്ക് വേണ്ടി ബൈബിളിൽ നിന്നുള്ള കഥകളും ബൈബിളിലെ സംഭവങ്ങളും പാട്ടുരൂപത്തിലാക്കിക്കൊണ്ട് ഈ നൃത്തരൂപത്തിന് വേണ്ടി ഈ പാട്ടുകൾ ഉപയോഗിക്കുന്നു. ഉദാഹരണമായിട്ട് സൃഷ്ടിയെക്കുറിച്ച്, യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച്, യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചെല്ലാം പാട്ടുകൾ പാടിക്കൊണ്ട് രാത്രി മൊത്തം ഇവർ ഇങ്ങനെ ഡാൻസ് കളിച്ച് തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. സൃഷ്ടികർത്താവായ ദൈവത്തിനെ അവർ മഹത്വപ്പെടുത്തുന്നു. ഇത് കളിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഇവർ 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ആദ്യം ഒരു ഗ്രൂപ്പ് പാട്ട് പാടുന്നു. അവർ പാടിക്കഴിയുമ്പോൾ അടുത്ത ഗ്രൂപ്പ് അത് ഏറ്റുചൊല്ലുന്നു. അങ്ങനെ ഈ ഡാൻസ് കളിച്ചുകൊണ്ട് രാത്രി മൊത്തം ഇവർ ആനന്ദിക്കുന്നു. തങ്ങളുടെ സന്തോഷം അവർ പ്രകടമാക്കുന്നു. രാത്രിയായപ്പോൾ ഭരേല വിഭാഗത്തിനിടയിൽ നിലവിലുള്ള മറ്റൊരു കലാരൂപമായ ദർഭ ഡാൻസ് ചിത്രീകരിക്കാനാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ഇത് ഇവരുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായ നൃത്തരൂപമാണ്. മധ്യത്തിൽ തീ കൂട്ടി ഗാനങ്ങൾ പാടി താളത്തിൽ ചുവടുവെച്ച് സംഘം ചേർന്നാണ് ദർഭ നൃത്തം അവതരിപ്പിക്കുക. സാധാരണയായി പ്രാദേശികമായ ഐതിഹ്യ കഥകളാണ് ഗാനങ്ങൾക്ക് വിഷയമാകാറുള്ളത്. എന്നാൽ പിന്നീട് മിഷണറിമാർ ക്രിസ്തുവിൻ്റെ ജീവിതവും സംഭവങ്ങളും ഗാനങ്ങളായി ചിട്ടപ്പെടുത്തുകയായിരുന്നു. അത്തരത്തിൽ ഒന്നാണ് ശാലോം TV പ്രേക്ഷകർക്കായി ഇവർ അവതരിപ്പിക്കുന്നത്. Yesu Masih